ഹലോ ഫ്രണ്ട്സ്, ജാവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാധാരണ ഒരു വേരിയബിളും സ്റ്റാറ്റിക് വേരിയബിളും തമ്മിലുള്ള വ്യത്യാസമാണ്. ജാവയിൽ എങ്ങനെയാണ് സ്റ്റാറ്റിക് വേരിയബിൾ കൊണ്ടുള്ള പ്രത്യേകത എന്തൊക്കെയാണ് അത് ഉപയോഗിക്കുമ്പോൾ, അതുപോലെ തന്നെ നോർമൽ വേരിയബിളോട്ടാണുള്ള വ്യത്യാസം. നമുക്കതിനായിട്ട് ഒരു എക്സാമ്പിൾ ചെയ്യാം. ആദ്യം നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു ക്ലാസ് കൗണ്ടർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് ഒരു കൺസ്ട്രക്ടർ വയ്ക്കുന്നു, കൗണ്ടർ എന്ന് പറഞ്ഞിട്ട്. പാരാമീറ്റർ ഒന്നുമില്ല. ഇവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, കൗണ്ട് എന്ന് പറഞ്ഞു, ഇൻറ്റ് കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളോട് ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഇനിഷ്യലൈസും ചെയ്യുന്നു 0 എന്ന് പറഞ്ഞിട്ട്. ഇവിടെ വെച്ച് നമ്മൾ ചെയ്യുന്നു, ഇതൊന്ന് കൂട്ടി കൊടുക്കുന്നു, കൗണ്ട് ++ പറയുന്നു. ഇത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെ നമ്മളതിന് ഒരു കൗണ്ടർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. കൗണ്ടർ C1 = ന്യൂ കൗണ്ടർ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അതിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഇവിടെ ഞാനിപ്പം C1 ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ്, C2 ക്രിയേറ്റ് ചെയ്യുന്നു, C3 3 കൗണ്ടർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. സോ ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്യാം. ഇവിടെ system.out.println കൊടുക്കുന്നു. ഇവിടെ ഞാൻ C1 പ്രിൻ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഞാൻ കോപ്പി ചെയ്ത് C2 C3ക്കും വേണ്ടി 3 പ്രിൻ്റ് കൊടുക്കുന്നു, C2 C3. ഇനിയിപ്പോൾ ഇത് നമുക്ക് റൺ ചെയ്യാം. സോ നമ്മളിത് റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒബ്ജക്റ്റാണ്. നമുക്കൊരു കൗണ്ടർ ഒബ്ജക്റ്റ് കിട്ടുന്നതുകൊണ്ട് നമുക്കിത് വായിച്ചാൽ മനസ്സിലാകുന്നില്ല ഇതിനകത്ത് കൗണ്ടൊന്നും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവിടെ ഒരു toString എന്ന് പറഞ്ഞൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുക. ഇനി നമുക്ക് പബ്ലിക്, അത് സ്ട്രിങ് ടൈപ്പാണ് റിട്ടേൺ ചെയ്യുന്നത്, സ്ട്രിങ് toString. ഇത് ഇപ്പോൾ ഉള്ള ആ കാണിക്കുന്ന ഡിസ്പ്ലേ അത് റീപ്ലേസ് ചെയ്തോളൂ. ഇവിടെ നമ്മൾ toStringനകത്തൊന്നും പറഞ്ഞു കൊടുക്കണ്ട, റിട്ടേൺ ടൈപ്പ് മാത്രം പറഞ്ഞാൽ മതി. എന്നിട്ട് ഇവിടെ റിട്ടേൺ കൗണ്ട് പ്ലസ് ആ കൗണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഇതൊന്ന് സേവ് ചെയ്യുക, എന്നിട്ട് നമുക്കൊന്ന് റൺ ചെയ്യാം. ഇനി നമ്മൾക്കിതൊന്ന് റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത് നോക്കുക. ഇപ്പം നമുക്ക് കാണാം, കൗണ്ട് 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതും കൗണ്ട് 1 എന്നാണ് കിട്ടുന്നത്. ഇതിൻ്റെ കാരണം, ഇത് ഓരോ പ്രാവശ്യവും ഈ കൗണ്ടറിൻ്റെ ഒബ്ജക്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ, ഇവിടെ ഓരോ പ്രാവശ്യം C1 എന്ന് പറഞ്ഞൊരു കൗണ്ടർ ക്രിയേറ്റ് ചെയ്യുന്നു, കൗണ്ടർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, C2 എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്നു, C3 എന്ന് പറഞ്ഞ്, ഇങ്ങനെ ഓരോ പ്രാവശ്യം ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഈ വാല്യൂ ഇതിൻ്റെ കൺസ്ട്രക്ടർ കോൾ ചെയ്യുമ്പോൾ അത് 1 മാറത്തേ ഉള്ളൂ. അതാണ് പ്രത്യേകത. കാരണം ഇത് ഓരോ കൗണ്ടർ ഒബ്ജക്റ്റിനകത്ത്, അതായത് C1 എന്ന ഒബ്ജക്റ്റിനകത്ത്, C2-നകത്തും C3-കകത്തും പ്രത്യേകമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതേസമയം നമ്മൾ സ്റ്റാറ്റിക്കായി ചെയ്യുന്നെങ്കിൽ ഒരു പ്രാവശ്യമേ ക്രിയേറ്റ് ചെയ്തുള്ളൂ. സോ ഞാനിവിടെ സ്റ്റാറ്റിക് ആക്കുവാണ്. അപ്പോൾ ഈ വേരിയബിളിൻ്റെ പേര് ക്ലാസ് വേരിയബിൾ എന്ന്, ഈ സാധാരണ കോൾ ചെയ്യുന്ന ക്ലാസ് വേരിയബിൾ എന്ന്. അപ്പോൾ നമുക്കിത് ക്ലാസ് വേരിയബിൾ ആവും. മറ്റ് ചേഞ്ച് ഒന്നുമില്ല, ഇവിടെ സ്റ്റാറ്റിക് ആക്കിയതേ ഉള്ളൂ. ഇനി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റാറ്റിക് ഇൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യമേ ക്രിയേറ്റ് ചെയ്യപ്പെടുത്തുള്ളൂ. അതിൻ്റെ വാല്യൂ ഒരിടത്തായിരിക്കും ചേഞ്ച് ആകുന്നത്, ഓരോ ഒബ്ജക്റ്റിലും അത് കാണില്ല. അത് കോമൺ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലേ കാണത്തുള്ളൂ. ഇനി നമുക്ക് ഈ സെയിം പ്രോഗ്രാം നമുക്കൊന്ന് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം എന്താ വ്യത്യാസമെന്ന്. ഇപ്പം നമുക്ക് കാണാം, കൗണ്ട് 3 ആയിട്ടുണ്ട്. കാരണം C1-ഉം C2-ഉം ഓരോ പ്രാവശ്യം ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അത് വെക്കുന്നതെങ്കിൽ നമുക്ക് ഓരോന്നിൻ്റെ ആയിട്ട് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് അത് 3 ആയിട്ട് ഇങ്ങനെ വന്നത്. ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവും. 1 2 3 എന്നുള്ള ഓർഡറിൽ വരും. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് 1 2 3 എന്ന് പറഞ്ഞ് കിട്ടി. അതായത് സാധാരണ ഒരു വേരിയബിളും സ്റ്റാറ്റിക് വേരിയബിളും, അതായത് സ്റ്റാറ്റിക് വേരിയബിളും ക്ലാസ് വേരിയബിളും എന്ന് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.